എല്ലാവർക്കും അപ്പോൾ നമുക്ക് ബാക്കി ചരിത്രത്തിലേക്ക് കടക്കാം. അതായത് ദുഃഖവെള്ളിയുടെ ചരിത്രം. യൂദാസ് പെരുന്നാളിന് മുമ്പായി തന്നെ പ്രധാന പുരോഹിതന്മാരുമായും ഉദ്യോഗസ്ഥന്മാരുമായും ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു. യേശുവിനെ ഒറ്റിക്കൊടുക്കുവാനുള്ള ഒരു കരാർ. ഇതിനായി യൂദാസിന്റെ പ്രതിഫലം 30 വെള്ളിക്കാശും. തന്റെ പ്രതിഫലം വാങ്ങിയതിനു ശേഷം യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാനുള്ള ഒരു തക്കം പാർത്ത് കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് പെസഹ നാൾ വന്നെത്തിയത്. അങ്ങനെ പെസഹ ഭക്ഷണം കഴിഞ്ഞ ഉടനെ തന്നെ യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാനായി. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് പെസഹ ഭക്ഷണം കഴിക്കുകയുണ്ടായി. പെസഹ കഴിഞ്ഞ ഉടനെ തന്നെ യൂദാസ് പോയത് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി. ഈ സമയം യേശുവും ശിഷ്യന്മാരും ഗസമൻ തോട്ടത്തിലേക്ക് പോയിരുന്നു. ഇവരുടെ ഇടയിൽ നിന്നും പോയ യൂദാസ് പിന്നീട് മടങ്ങി വന്നത് പടയാളികളുമായായിരുന്നു. അവർ ഗസമൻ തോട്ടത്തിലേക്ക് എത്തുകയും അവിടെ വെച്ച് ഒരു ചുംബനത്തിലൂടെ യൂദാസ് യേശുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തു. യേശുവിനെ പടയാളികളെ ബന്ധനസ്ഥനാക്കി. തുടർന്ന് യേശുവിനെ മുൻ പുരോഹിതനായ അന്നാസിന്റെ അടുത്തേക്കും അവിടുന്ന് അന്നത്തെ മഹാപുരോഹിതനായിരുന്ന കയാഫാവിന്റെ അടുത്തേക്കും വിചാരണയ്ക്ക് കൊണ്ടുപോയി. അങ്ങനെ രാത്രിയിൽ തന്നെ വിചാരണ ആരംഭിക്കുവാൻ തുടങ്ങി. തുടർന്ന് യേശുവിനെ മരണവിധിക്ക് വേണ്ടി യഹൂദ പ്രമാണികൾ പീലാത്തോസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. വിചാരണയിൽ യേശുവിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് 3 പ്രാവശ്യം പറയുകയുണ്ടായി. എന്നാൽ ജനക്കൂട്ടം കലാപം ഉണ്ടാക്കുന്ന കരുതി പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കുവാൻ വിട്ടുകൊടുത്തു. കൂടാതെ ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കൈകൾ പ്രതീകാത്മകമായി കഴുകി. എന്നാൽ യേശുവിനെ വിട്ടയക്കാൻ അദ്ദേഹം ഒരു ശ്രമവും കൂടി നടത്തുകയുണ്ടായി. അതായത് പെസഹ പെരുന്നാൾ പ്രമാണിച്ച് ഒരു തടവുകാരനെ മോചിപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ നാടിന് ആപത്ത് വിതയ്ക്കുന്ന ബറാബാസിനെ വിട്ടയക്കണോ അതോ യേശുവിനെ വിട്ടയക്കണോ എന്ന് ജനങ്ങളെടുത്ത് ചോദിച്ചു. എന്നാൽ ജനങ്ങൾ തിരഞ്ഞെടുത്തത് ബറാബാസിനെയായിരുന്നു. ഈ വിധിക്ക് പിന്നാലെ പടയാളികൾ യേശുവിനെ കൊട്ടാരത്തിനകത്തേക്ക് കൊണ്ടുപോവുകയും അവർ യേശുവിനെ അതിക്രൂരമായ ചാട്ടവാർ കൊണ്ട് അടിക്കുകയും ചെയ്തു. ശേഷം രക്തം വാർന്നൊഴുകുന്ന ശരീരത്തിൽ ചുമന്ന വസ്ത്രം ധരിപ്പിക്കുകയും തലയിൽ മുൾക്കിരീടം ശക്തിയായി അമർത്തുകയും ചെയ്തു. യഹൂദന്മാരുടെ രാജാവെ ജയിക്കൂ എന്ന് അവർ യേശുവിനെ നോക്കിക്കൊണ്ട് പരിഹസിച്ച് പറഞ്ഞു. ഇങ്ങനെ കൊട്ടാരത്തിനുള്ളിലെ അതിക്രൂരമായ പീഡനകൾക്കൊടുവിൽ ഗോൽത്ത മലയിലേക്ക് തനിക്ക് ക്രൂശിൽ മരിക്കുവാനുള്ള കുരിശും ചുമപ്പിച്ചുകൊണ്ട് അവർ യേശുവിനെ നടത്തിച്ചു. ഗോകുൽത്തായിലേക്ക് പോകുന്ന വഴിയിൽ ക്ഷീണിച്ച അവശനായ യേശുവിനെ സഹായിക്കുവാൻ വേണ്ടി സിമിയോൻ എന്നൊരു വ്യക്തിയെ പടയാളികൾ നിർബന്ധിച്ചു കൊണ്ടുവന്നു. അങ്ങനെ അതികഠിനമായ പീഡകൾക്കൊടുവിൽ ഗാഗുൽത്ത മലയിലെത്തിയ യേശുവിനെ ക്രൂശിലേറ്റുവാനുള്ള ഒരുക്കങ്ങൾ പടയാളികൾ തുടങ്ങി. തുടർന്ന് 2 കള്ളന്മാരുടെ നടുവിലായി യേശുവിനെ ക്രൂശിലേറ്റി. അതിൽ ഇടതുവശത്തെ കള്ളൻ യേശുവിനെ പരിഹസിച്ചുകൊണ്ട് രക്ഷകനാണെങ്കിൽ ക്രൂശിൽ നിന്നും ഇറങ്ങി വരുവാൻ യേശുവിനെ നോക്കി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ വലതുവശത്തെ കള്ളൻ ഇടതുവശത്തെ കള്ളനോട് പറയുകയുണ്ടായി, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാം ചെയ്ത പ്രവൃത്തികൾക്ക് തക്ക ശിക്ഷയാണ് ലഭിച്ചത്. എന്നാൽ ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇത് പറഞ്ഞതിന് ശേഷം വലതുവശത്തെ കള്ളൻ യേശുവിനോട് പറയുകയുണ്ടായി, കർത്താവെ, നീ നിന്റെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. വലതുവശത്തെ കള്ളന്റെ വിശ്വാസം കണ്ടുകൊണ്ട് യേശു മറുപടി പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. വലതുവശത്തെ കള്ളന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ പശ്ചാത്താപത്തിലൂടെയും യേശു ക്രിസ്തുവിനോടുള്ള അപേക്ഷയിലൂടെയും രക്ഷ പ്രാപിക്കുകയുണ്ടായി. തുടർന്ന് യേശു ക്രിസ്തു 6 മണിക്കൂറോളം ക്രൂശിൽ കിടന്നു. അങ്ങനെ ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ യേശു ക്രൂശിൽ മരണപ്പെട്ടു. ആ സമയം വലിയ രീതിയിൽ ഭൂമി കുലുക്കമുണ്ടായി. ഭൂമി പിളർന്നു. ആകാശം കാർമേഘം കൊണ്ട് മൂടപ്പെട്ടു. പ്രകൃതിയുടെ കണ്ണുനീരായി മഴ പെയ്തു. ദേവാലയത്തിലെ തിരശ്ശീല 2ആയി കീറി. വൈകുന്നേരമായപ്പോൾ യേശുവിന്റെ രഹസ്യ ശിഷ്യനായിരുന്ന ജോസഫ് പീലാത്തോസിന്റെ അടുത്തേക്ക് പോവുകയും യേശുവിന്റെ മൃതദേഹം വിട്ടുതരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ പീലാത്തോസ് മൃതദേഹം വിട്ടുകൊടുത്തു. അങ്ങനെ ജോസഫിന്റെ കൂടെ യേശുവിന്റെ മറ്റൊരു രഹസ്യ അനുയായിയും യഹൂദ പ്രമാണിയുമായിരുന്ന നിക്കോദോമസും കൂടെ ചേർന്നുകൊണ്ട് ക്രൂശിൽ നിന്നും യേശുവിനെ അതിശ്രദ്ധയോടെ താഴേക്ക് ഇറക്കുകയും കൈകളിലെയും കാലുകളിലെയും ആണികൾ വളരെ ശ്രദ്ധയോടെ നീക്കം ചെയ്യുകയും ചെയ്തു. ഈ സമയം യേശുവിന്റെ അമ്മയായിരുന്ന മറിയവും ചില സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു. തുടർന്ന് അവർ ഇരുവരും ചേർന്ന് യേശുവിന്റെ ശരീരത്തിൽ സുഗന്ധവർഗ്ഗങ്ങൾ പുരട്ടുകയും പുതിയുള്ള ഒരു മണിവസ്ത്രത്തിൽ യേശുവിനെ പൊതിയുകയും ശേഷം സമീപത്തുള്ള പാറയിൽ വെട്ടിമുറിച്ച പുതിയൊരു കല്ലറയിലേക്ക് അവർ യേശുവിന്റെ മൃതദേഹം കൊണ്ടുപോയി. മുൻപ് ഇതുവരെയും ആ കല്ലറയിൽ ആരെയും അടക്കം ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ആ കല്ലറയിൽ അവർ യേശുവിനെ അടക്കം ചെയ്തു. എന്നാൽ ആ കല്ലറയ്ക്ക് ചുറ്റും മുൻപ് കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവം കൂടി സംഭവിക്കുകയുണ്ടായി. അത് ആ കല്ലറയ്ക്ക് റോമൻ പടയാളികളെ കാവൽ നിർത്തുന്നതായിരുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു ജീവിച്ചിരുന്നപ്പോൾ തന്നെ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യേശുവിന്റെ ശിഷ്യന്മാരിൽ ആരെങ്കിലും യേശുവിന്റെ മൃതദേഹം മോഷ്ടിച്ചുകൊണ്ട് പോവുകയും പിന്നീട് ഉയർത്തെഴുന്നേറ്റു എന്ന വാദം ഉന്നയിക്കുകയും ചെയ്യുമെന്ന് യഹൂദ പ്രമാണികൾ ഭയന്നിരുന്നു. എന്നാൽ റോമൻ പടയാളികൾ കാവൽ നിൽക്കെ കല്ലറയുടെ വാതിൽ 3-ാം നാൾ
അതിനെക്കുറിച്ച് നമുക്ക് ഈസ്റ്ററിന്റെ എപ്പിസോഡിൽ സംസാരിക്കാം.